ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ കാട് വൃത്തിയാക്കൊണ്ട് നിൽക്കുന്ന വീഡിയോ ആണ് ഇത്. സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ ഇത് ഫുള്ളും തീർക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഒരുപാട് പോഷയുണ്ട്. ഇതിപ്പോൾ രണ്ടാം ദിവസത്തേക്കാണ്. നമ്മൾ 3 ദിവസമായിട്ടാണ് നമ്മൾ കാട് വൃത്തിയാക്കിയിട്ടുള്ളത്. ആദ്യമൊക്കെ നമ്മൾ ഏകദേശം കുറച്ച് പോച്ചയുള്ളൂ, പക്ഷേ പിറ്റേന്ന് തോന്നുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഈ മഴയും കൂടെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, നമുക്ക് അത് ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ചില ഇടങ്ങളിൽ മാത്രം നമ്മൾ മമ്മട്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ചില ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ പോച്ചയൊക്കെ ഒരുപാട്. പിന്നെ ഈ നമ്മൾ ഇത് വൃത്തിയാകാൻ നമ്മൾ വിചാരിക്കും സംഗതി എളുപ്പമില്ല, പക്ഷെ പാട് തന്നെയാണെങ്കിൽ തന്നെ നമ്മുടെ പുറത്തുനിന്ന് നമുക്ക് പൈസ എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ഓൾറെഡി നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് പിന്നെ നമുക്കിപ്പോൾ ഇത്രയും ഇതായത് നല്ല മഴയായത് കാരണം നമുക്കതൊന്നും തോനെ വൃത്തിയാക്കാനോ എടുക്കാനൊന്നും സാധിക്കത്തില്ല. ഒന്നും കാര്യം. ഇതിപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ പോച്ച കഴിക്കുന്നുണ്ട്, അപ്പം പുള്ളിക്കാരന് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ പുള്ളിക്കാരൻ മുന്നേ ചെയ്യുന്നത്. അപ്പം ഞാനൊന്ന് ശകലമൊന്ന് പുറകോട്ട് വലിഞ്ഞു, ചെയ്യണ്ട എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വലിഞ്ഞു. പിന്നെ ഞാനും പോയി ഹെൽപ്പൊക്കെ ചെയ്തിട്ടാ. ഞാനും കുറച്ചൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു. ഇത് ഞാൻ കുറച്ച് ഹെൽപ്പൊക്കെ നിന്ന് ഈ പോച്ചയൊക്കെ ഞാൻ പിടിക്കാനായിട്ട് ഇരിക്കുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും പണി തുടങ്ങി. ദിവസം പോച്ച വിൽക്കാനുള്ള പരിപാടിയുണ്ട്. പോച്ച നല്ലപോലെ ക്ലീൻ ചെയ്ത്. ഇന്നിപ്പം 2 പേരും കൂടെ ഉണ്ട്. ഒന്ന് എൻ്റെ ബ്രദറും എൻ്റെ മോനും, ഒന്ന് എൻ്റെ മകളും ഉണ്ട്. അവരും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മോളാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് പോയി എന്തൊക്കെ എടുക്കുന്നു. ഞാൻ പിന്നെ ഒക്കെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവളെടുക്കുന്നതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. അവളും വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പോഷെന്ന് വെച്ചാൽ കുറേ കൂടെ നമുക്ക് പുഴുവാനായിട്ട് നമുക്ക് നല്ലതുപോലെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. മഴ തലയ്ക്കുന്ന സമയം മഴ പെയ്തുകൊണ്ട് കുറേ കൂടെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നമുക്ക് പിടിക്കാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഞാൻ കൈ കൊണ്ട് എടുത്തെങ്കിലും കുറച്ച് ഭാഗമൊന്നും എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ചുള്ളിയൊക്കെ കിടന്ന് അങ്ങോട്ട് മാറ്റിയെടുത്ത്, അത് ഓൾമോസ്റ്റ് ഉണങ്ങി കിടക്കുന്ന ചുള്ളി തന്നെ, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ പോച്ച കുളിക്കുന്നതിന് മുമ്പ് ഇട്ട ഇതായതുകൊണ്ട് പോച്ചയും കൂടെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ അത് എടുത്ത് മാറ്റി. പക്ഷേ ചുള്ളിയൊക്കെ നല്ല ഉണങ്ങി കിടക്കുക തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് പക്ഷെ മണ്ണൊക്കെ അടിപൊളി മണ്ണാണ്. കൃഷിയൊക്കെ ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ മരക്കമ്പ് നടാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോച്ച പിടിക്കാനും എളുപ്പമുണ്ട്. പിന്നെ വോയിസ് പിന്നെ കട്ടായിപ്പോയി. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 2 ചിത്രശലഭങ്ങളൊക്കെ പോയി. അതിനെയൊക്കെ വീഡിയോ എടുത്ത് അതിൻ്റെയൊക്കെ പുറകെയൊക്കെ ഓടി. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പിന്നെ നമ്മൾ ഈ ചെറുതായിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ ലാസ്റ്റത്തെ ദിവസം നമ്മൾ ഈ മമ്മട്ടിക്ക് സെറ്റ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ അത് തറയിൽ പറ്റി കിടക്കുന്ന പോച്ചയായതുകൊണ്ട് അത് നമ്മൾ കൈ കൊണ്ട് ചെയ്താൽ റിമൂവ് ആയി വരാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ മമ്മട്ടിക്ക് നമ്മൾ എടുക്കും. പിന്നെ ഈ ചില ഭാഗങ്ങളിലൊക്കെ മമ്മട്ടി കൊണ്ട് എടുക്കാൻ കൈ കൊണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് മമ്മട്ടിക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഈ ഹാർഡായിട്ട് കിടക്കുന്ന വെച്ചാൽ നമുക്ക് പിഴുത് വരത്തില്ല. ആ രീതിയിൽ കല്ലൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മമ്മട്ടിക്ക് ചെത്തി കളഞ്ഞാൽ അത് പോകത്തില്ല. അങ്ങനെ അതൊക്കെ ഞാൻ മമ്മട്ടിക്ക് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. അത് ആ ഭാഗം കുറച്ചേ ഉള്ളൂ കേട്ടോ. ബ്രദറിൻ്റെ മോൻ പോച്ച പിടിക്കുന്നതൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു.
അങ്ങനെ ആയപ്പോൾ എൻ്റെ മോക്കും അതൊരാശയായപ്പം മോളും ഏകദേശം പിച്ചുന്നതൊക്കെ അഭിനയിച്ചില്ല. പക്ഷെ പിച്ചപ്പോൾ അങ്ങ് തോന്നി അവളെ കയ്യിലായിപ്പോയി. അങ്ങനെ അവർ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്ത് പിള്ളേർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലൊക്കെ മാറിയും തിരിഞ്ഞാണ് വീഡിയോ എടുത്തത്. നമ്മൾ ഈ പോച്ചയൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും മൊബൈൽ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവർ തന്നെയാണ് മൊബൈലും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതും എടുക്കുന്നതും. പിന്നെ കുറച്ച് ചേമ്പും ചേനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ പോച്ച അടിച്ചിടുന്നുണ്ട്. അതൊക്കെ എവിടെയാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്തായാലും അതൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ ചൊറിയണം നമ്മളവിടെയൊക്കെ വട്ടച്ചൊറിയണമെന്ന് പറയും. പക്ഷെ അതിൻ്റെ അതിൻ്റെ ആ ഇല തട്ടുമ്പോൾ തന്നെ ഭയങ്കര ചൊറിച്ചിലാണ് കൈ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടെ ഇങ്ങനെ ഇതേ കണക്ക് പിഴുത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പിഴുതെടുക്കാം. അങ്ങനെ പിന്നെ ഒരു കോവയ്ക്ക വള്ളി എന്ന് വെച്ചാൽ കോവയ്ക്ക വള്ളി എന്ന് വെച്ചാൽ അയാളുടെ കളയുന്നതെന്ന് വെച്ചാൽ തോനേ നാളുകൊണ്ട് അത് പടർന്നങ്ങ് പന്തലിക്കങ്ങ് പോകുന്നില്ല. അത് കായോ പൂവോ ഒന്നും പിടിക്കുന്നില്ല. ഇഷ്ടം പോലെ അങ്ങനെ അതിൻ്റെ വേരൊക്കെ നമ്മളെടുത്ത് കളഞ്ഞു. എന്ന് വെച്ചാൽ പാഴ് ഇലയായിട്ട് എങ്ങനെ നിൽക്കുന്നത് പടർന്ന് പോകുന്നില്ലാതെ അതിൻ്റെ കായോ ഒന്നും പിടിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ അതെടുത്ത് നമ്മളെടുത്ത് കളയേണ്ടി. പിന്നെയെന്ന് വെച്ചാലും നമ്മളെ വീട്ടിൽ വാഴ ഏതായാലും ഒന്നി കൂമ്പ് വരുന്നതിന് മുമ്പേ ഒടിഞ്ഞു പോയി. ഇതിപ്പോൾ എന്തോ കൂമ്പൊന്ന് കാ വന്നു. പക്ഷെ പരുവൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ ഓണത്തിനേക്ക് എല്ലാം പരുവമാവുമായിരിക്കും. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. ഇതേ കണക്ക് നമ്മളെടുത്ത് അവിടെയൊക്കെ ഭയങ്കര പാട്. അതൊന്നും പിഴുത് വരാനായിട്ട് പോച്ച പിഴുത് വരാനായിട്ട് ഭയങ്കര പാട്. അപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സ്വന്തമായിട്ടൊക്കെ തന്നെ പോച്ചയും കാടൊക്കെ വൃത്തിയാക്കുന്നത്. പിന്നെ മിക്കുള്ളവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലവരൊക്കെ ഇപ്പോൾ തൊഴിലുറപ്പിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മിക്കുള്ളവർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ചേമ്പാണോ ചേനയാണോ എന്നറിയത്തില്ല. പിന്നെ അങ്ങനെ കുറേയൊക്കെ നമ്മൾ ആ ചെടിയുടെയൊക്കെ മൂട്ടിൽ, അതായത് തേക്കിൻ്റെയും പുളിയുടെയൊക്കെ മൂട്ടിലോട്ട് നമ്മൾ കൂട്ടി വെച്ച് അത് അവിടെ നിന്ന് കരിഞ്ഞോളും. അങ്ങനെ അതൊക്കെ കൂട്ടി ഇതാക്കി. പിന്നെ ഒരിതെന്ന് പറഞ്ഞാൽ ഒരു വെണ്ട അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വെണ്ടയൊക്കെ വീഡിയോ വെണ്ടയും പിന്നെ ഈ നമ്മളെ ഈ ബാക്ക് സൈഡ് ലൊക്കാലിറ്റി ഒരുവിധം എല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം നല്ല കുറച്ച് ഭാഗത്തെന്ന് വെച്ചാൽ പോച്ചെടുക്കുന്ന അത് നമ്മൾ മമ്മട്ടിക്ക് വെട്ടിയെടുത്താലേ പറ്റത്തുള്ളൂ. അതൊരു പഴയ വാഷ് ബേസാണ് കേട്ടോ. നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയപ്പം, എൻ്റെ വീടല്ല ബ്രദറിൻ്റെ വീടൊക്കെ വൃത്തിയാക്കിയപ്പോഴത്തേക്കും അത് മാറ്റിയതാണ്. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ഗുഹ. അത് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ഇതിൻ്റെ വീഡിയോ ഞാൻ 3ാമത്തെ പാർട്ടായിട്ട് ഇടാം. ഞാനത് കാണിക്കാം. അവിടെ നിന്നാണ് നമുക്ക് കണ്ടു കിട്ടിയത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വിത്തുകളൊക്കെ നട്ടെന്ന്. ഗൈസ്, വിത്തുകളൊക്കെ നട്ടിട്ട് ഒരു കാര്യവുമില്ല. ആ വിത്തിൽ ഒരൊറ്റ പയറാണ് മുളയ്ക്കുക. ബാക്കി എല്ലാം ഒന്നും കളിക്കില്ല. നമ്മൾക്ക് ഇത്ര എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തത് തന്നെ ചുമ്മാ ആയി. ആ വിത്തൊന്നും കിളിക്കാൻ എടുത്തൊന്നുമില്ല. കണ്ണുവിടാതിരിക്കാൻ വേണ്ടി ഒരു പയർ മാത്രം കളിക്കും. ഇനി മറ്റൊരു വീഡിയോ